എന്നാ ധോണി ഭായി സങ്കടത്തോടെ ഇരിക്കുന്നത്? ഇവര് കുഞ്ഞി പിള്ളേരെയല്ലേ വിളിച്ച് ടീമിലെടുക്കുന്നത്. നമ്മളെ വൈബിലുള്ള ആരുമില്ല. ആൻഡേഴ്സണെല്ലാം വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വൈബായിരിക്കും. നമ്മളെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. തല കൊണ്ടു മാത്രം എടുത്തോരു കപ്പുകൾ 5 കയ്യിൽ. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പക്ഷി ഒരടിക്കുള്ള കോളല്ലേ ആക്കട്ടെ. നീ എന്നെ ബാറ്റിംഗ് എടുത്താ മോനെ ചഹറെ ഇങ്ങോ മോനെ. തലക്ക് 2 ബോളർ ഞാൻ നാട്ടെ ഒന്ന് ടച്ച് ആവട്ടെ. തലക്ക് എറിയിപ്പിക്കറി നിങ്ങൾ എന്നെ കൊണ്ട് കേട്ടാ. എടാ നീ എന്നാ നീല ജേഴ്സിയില്, നമ്മളിത് മഞ്ഞ ജേഴ്സിയല്ലേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കറ്. ഓപ്ഷനെല്ലാം 100-ന് വേണ്ടിട്ട് നിങ്ങൾ എന്നെ വിട്ട് കളഞ്ഞില്ലേ. തല 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 പ്രാർത്ഥിക്കുന്നുണ്ട്. ജഡേജ വേഗം ഔട്ടാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓപ്പണിംഗ് ഇറങ്ങട്ടെ, ഞാൻ ഓപ്പണിംഗ് ഇറങ്ങട്ടെ. തലയാണ് തലേ നമ്മളെ തല. അപ്പൊ പിന്നെ ഫാന്റസി ഗെയിമിൽ ഞാൻ തന്നെ ആയിരിക്കൂലേ ക്യാപ്റ്റൻ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ തലേ? ഓഹോ മുത്തുപ്പാണ്ടി രജൻ തപ്പ് 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 തപ്പാനാ എന്നടാ വിളയാട്ടാ. നീ ഓപ്പണിംഗ് മട്ടും പണിയാൻ പോതു, ഫിനിഷിംഗ് അണ്ണം പണ്ണു. ദൈവത്തിന്റെ പോരാളികളിൽ മതി മതി, തോറ്റുകൊണ്ടേ തുടങ്ങുമെന്നല്ലേ. നിർത്ത്. വേറെ കൊണ്ടാ പുതിയ ഡയലോഗ്. എന്ത് നാണം കെട്ട ജയാട് നിങ്ങൾ ജയിച്ചിന്. ബാക്കിയെല്ലാ ടീമും 200-250 അടിക്കും. നിങ്ങളിങ്ങനെ 150 അടിച്ച് നടന്നോ? അത് ശരിയാണല്ലോ. ഇനി ബാറ്റിങ്ങിന്റെ കുഴപ്പമായിരിക്കും. എടാ ഇനി നിങ്ങളല്ലേ ഫസ്റ്റ് ബാറ്റ് ചെയ്തിന്. ഔട്ട് 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 ഔട്ടാ. എടാ മോൻ, ഇത് അണ്ണന്റെ റിവ്യൂ ആണ്. ഇത് ഔട്ടാണ്. ഔട്ടല്ലേ? അതാ ഗയിക്കാതെ കൊടുത്തേ. അപ്പൊ അതങ്ങനെ വരും. നിങ്ങളൊന്ന് അപ്പീൽ ചെയ്യുന്നു. ഞാൻ ഗ്രീസിൽ തന്നെ ഉണ്ടല്ലോടോ. എന്നോ നീ ഇല്ല, തെറ്റില്ല ലക്ഷ്യം. ഔട്ടാ ഞാനാ. അതിന് ഞാൻ ഗ്രീസിൽ നിന്ന് കാലുപോലും എടുത്തിട്ടില്ലല്ലോ. നിന്റെ വരവിന്റെ വേഗവും താളവും എനിക്ക് കണക്കുണ്ടായിരുന്നതിന്. നിനക്കിന്ന് കണക്കുകൾ തെറ്റിയ ദിവസം. വല്ലാതെ അടങ്ങാറാണല്ലോ ചങ്ങായിങ്ങളെ കൊണ്ട്. കോഹ്ലി കാലൊന്നും പൊന്നിച്ചേക്കല്ലേ. കാല് പൊന്നിച്ച് ഇങ്ങനെ കിടങ്ങാമണി വരെ അടിച്ചോണ്ടു. നിനക്കൊരു കേച്ച് തന്നില്ലേ? ഇനി ആർക്കട വേണ്ടേ? പരിസ്ഥിതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 മരം നട്ടിട്ടുണ്ട്. ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അടുത്താള് പോന്നേനെക്കാട്ട് സ്പീഡിലാണല്ലോ എല്ലാം തിരിച്ചു വരുന്ന. ദൈവമേ, ജഡു നീ ഇറങ്ങുന്നില്ലേ? ഇറങ്ങടാ. ഞാനൊന്നുമില്ല, അണ്ണൻ തന്നെ ഇറങ്ങിയാ മതി. എല്ലാണ്ണത്തിന് പ്രാക്കൊണ്ട് 2 ബോളിൽ ഔട്ടായിട്ട് തിരിച്ചു വരാനാ. ജഡു നീ ആരാ? സിംഗമല്ലേ നീ? പോയി പയറ്റ്. വേനം പോയാ അശ്വിനെ മോനെ കേറിപ്പോ. ഫുൾ സപ്പോർട്ട്. തലയിവിടെയുണ്ട്. 100 കേരി ഒരു 100 അടിച്ചാലോ? വേണ്ടല്ലേ ഖലീലേ? എന്നാ പിന്നെ തലയൊരു ചായ പിടിച്ചിട്ട് വരട്ടെ. ഇന്ന് തലയുടെ വിളയാട്ടം. എന്നടാ മുട്ടുപ്പാണ്ടി, ഇപ്രാവശ്യം നമ്മ ജയിച്ചാച്ചടാ. ഇങ്ങപ്പാറടാ നീ. കളി നിങ്ങൾ ജയിക്കോ തോക്കോ എന്തോ ആയിക്കോ. അണ്ണൻ 2 6 അടിച്ചില്ലേ, നമ്മക്ക് പിന്നെന്താ വേണ്ടേ? തലേ സൂപ്പർ പാട്ട് തലേ. ജഡ്ഡു മോനെ ആ തൈലിങ് എടുത്താ. ഇത് പോസ് തലേ. ബോലേ ജോക്കോ. 43-ാം വയസ്സിലും തലയുടെ ഒരു പെർഫോമൻസ്. തല വരുന്നില്ലല്ലോ പുല്ല്. എടാ പ്രാർത്ഥിച്ചേ. ജഡേജ ഔട്ടാൻ പ്രാർത്ഥിച്ചേ. ജഡേജ ഔട്ടായി. തല വന്നേ. 2 ബോളുണ്ടല്ലോ ബാക്കി. ഒരു മുട്ട്, ഒരു 6. അത് ക്യാച്ചും പിടിച്ചാ. താഴെ ഔട്ടാക്കി. അധികം നേരെ നിൽക്കുന്ന കാര്യമൊന്നുമില്ല. എന്തൊരു മെന്ററിംഗ് ആണ് ഈ തല. മോനെന്താ അവിടെ നിൽക്കുന്നത്? മെന്ററിംഗ് വേണ്ടേ? വാ. ഗ്രൗണ്ട് പോയാ തലേ. ഗ്രൗണ്ടിനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. വാ. ഈ മനുഷ്യൻ ടേബിൾ ടോപ്പ് അങ്ങോട്ടേക്കാന്നൊരു സംശയമുണ്ട്. അങ്ങോട്ടേക്ക് RCB പഞ്ചാബിൽ ഓടുന്നുണ്ട്. അങ്ങോട്ടേക്കാവാൻ വഴിയില്ല. പക്ഷെ എന്നാലും അങ്ങോട്ടേക്കാവുന്ന എനിക്ക് തോന്നുന്നു. അത്രക്ക് ഉറപ്പാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് ഓടിക്കോ. നമ്മുടെ പുളിസു അങ്ങനെ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. വേറെ പറയൂ ഗോ ഐ ആം ദേർ. കളി കഴിഞ്ഞൊന്നും ആയിരിക്കില്ല. തല സിംഗിൾ അങ്ങനെ ഇട്ടതായിരിക്കും. കിടന്നാട്ടെ, ഇനിയും കുറെ സമയമുണ്ട്. ഇനി ആരും പേടിക്കണ്ട. കൂടക്ക് പകരം ഒരു കിടിലൻ പ്ലെയറെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവനാണ് നമ്മുടെ ആയുധം, നമ്മുടെ വജ്രായുധം. ശങ്കരൻ, വിജയ് ശങ്കരൻ 3D. തലേ ചേസ് ചെയ്യാൻ പോണ്ടേ നമുക്ക്? പിന്നെ ഫിനിഷിംഗ് കിങ്ങില്ലടാ. അല്ല എത്ര സ്കോർ? 156 വരും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങ്. കളി നോക്കാനായിട്ടാ ഞാൻ ഇറങ്ങാം. കളി ജയിപ്പിക്കാൻ ഞാൻ ഇറങ്ങാം. ചെല്ലു. ഇവനെല്ലാം നേരത്തെ ഇറക്കി വിട്ടോട്ടാ. 100-നെയും മറ്റേ 200-നെല്ലോ. തല 5-മതല്ലേ. പോടായിരുന്നു. ക്ലിമിങ്ങാശാനെ തൈലിങ് എടുത്ത ക്ലിമിങ്ങണ്ണ ഒരു 10 ബോളും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 5 മരവും കൂടി നടയണല്ലേ. തലയൊന്നും വിചാരിക്കരുത്. ഇനിയുള്ള കളി തല വേണ്ട. തല വേണ്ടെന്നാ പിന്നെ ഞാനെന്തിനാ എന്റെ കൃഷിയും കളഞ്ഞ് നടുവിന് തൈലവും തേച്ച് ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നു?
അല്ല ഞാനില്ലേ പിന്നെ ആരെ കളി കാണുവാ? 6 അടിച്ച എങ്ങനെ ഫാൻസ് സ്റ്റാറ്റസ് ഇടുവാ? തല കളിക്കണ്ടെന്നേ പറഞ്ഞുള്ളൂ. നീ മെൻഡറായിട്ട് കൂടിക്കോ നമ്മളൊപ്പരോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പിന്നെ ക്യാമറമാനോട് ഇടക്കിടക്ക് എന്നെ തന്നെ കാണിക്കാൻ പറ്റണം കേട്ടോ. എൻ്റെ തല്ല എൻ്റെ ഫുൾ ഫിഗർ. ആ ബോൾ കണ്ടില്ല, ഈ ബോൾ നീ കാണില്ല. ജൂനിയർ മലിംഗൻ അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. തലയെ കുറച്ച് ബാക്കോട്ട് വന്നോ, ഇത് സ്റ്റമ്പ് തെറിക്കുന്നു. മോൻ ആരാന്നാ പറഞ്ഞേ? ജൂനിയർ മലിംഗ. ജൂനിയർ പുള്ളിങ്ക. നീ ഒരു കാര്യം ചെയ്യും, നീ ഓനെറിഞ്ഞു കൊടുക്കണ്ട, നീ നേരെ തിരിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എറിഞ്ഞോ, നമുക്ക് സമയം കളയണ്ടല്ലോ. അടിച്ച് 219 എത്തിച്ചിട്ടുണ്ട്. ഇന്നും നിങ്ങൾ തോക്കും. അതിപ്പോ നീ പറഞ്ഞിട്ട് വേണേ നമ്മൾ അറിയാം. അല്ല നമുക്ക് നേരത്തെ അറിയാം. കുടുംബത്തിന്റെ മാനം കളിയാ ഇവര് രണ്ടാളും കൂടിയിട്ട്. നിന്നോട് ഞാൻ എന്നേരേ പറഞ്ഞത് ആ ദുബൈനൊന്നും ഇറക്കി വിടണ്ട, നമ്മളെ ശങ്കരനെ ഇറക്കി വിട്ടാ മതി. അടിക്കുന്ന അടി നോക്കവര്. ഇനിയിപ്പോ എന്നാ ചെയ്യാതല്ലേ? ഇനിയിപ്പോ ഒറ്റ വയ്യേ ഉള്ളൂ, ഞാൻ ഇറങ്ങാം. തലേ സൂക്ഷിക്കണം കേട്ടോ. കോൺവേ ഇതുവരെ നന്നായിട്ട് നീ ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്, റിട്ടേൺ ആയിപ്പോ. റിട്ടേൺ ആവാനാ? ഇപ്പൊ ഇതാണ് ട്രെൻഡ്, ഇന്ത്യയിൽ ഇതാണ് ട്രെൻഡ്. മറ്റേ തിലകിനെല്ലാം കാണുന്നില്ലേ? പോട്, ഞാനും ചുട്ടും ചെയ്യിപ്പിച്ചോളൂ. പോട് പോട്, ആ പോട്. കണ്ടിക്കണ് മാസ്റ്റർ മൈൻഡ് കണ്ടിക്കണ്. അപ്പൊ മരം നടാൻ തുടങ്ങല്ലേ? ഷട്ടപ്പ് ചെട്ടു, ഞാൻ സീരിയസ് ആണ്. ഇടയ്ക്ക് 2 6 അടിക്കാ, പിള്ളേർക്ക് സ്റ്റാറ്റസ് ഇടണ്ടേ? ഒന്ന് ഷോക്കായി അല്ലേ? ഷോക്കോ? ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി. നമ്മളങ്ങനെ നിങ്ങളെ വിട്ട് പോവാ മുത്തേ. മോനെ എന്തെങ്കിലും പറ്റിനാ? ഇല്ലാട്ടാ, ഒന്നുമില്ല. മോനെ തലക്കുന്ന കുഴപ്പമുണ്ടാ? തലക്കന്നാടാ കുഴപ്പോ? 43-ാമത്തെ വയസ്സിലാ മനുഷ്യൻ കളിക്കുന്ന കാണുന്നില്ലടാ. നീ എന്ത് തലക്ക് കുഴപ്പമുണ്ടോന്നാ? ഇത് ഏടിയോ തല അടിച്ചിനല്ലോ. ഏടിയോ അല്ലടോ, ചെപ്പോക്കിലല്ലേ അടിച്ചേ തല 6. ഞാൻ സ്റ്റാറ്റസ് ഇട്ടില്ല, കണ്ടിട്ടില്ല നിങ്ങള്? നീ ടെൻഷൻ ആവല്ലപ്പാ, നീ ഒന്ന് റിലാക്സ് ആയേ. ടെൻഷൻ ഒന്നും ഇല്ലാട്ടാ, കളിയാവുമ്പോ തോക്കുകയും ജയിക്കുകയും ചെയ്യില്ലേ. പിന്നെ തലേങ്ങ റിട്ടയർ ആയി കളിയോന്നൊരു ടെൻഷൻ ഉണ്ട്. പാവം ചെക്ക് താഴെ വീണ ഷോക്കിലാ ഉള്ളേന്ന് തോന്നുന്നു. നമ്മള് മാത്രല്ലടോ, മുംബൈയും ഇല്ലേതായ. പിന്നെ നീ നമ്മളിങ്ങനെ കളിയാക്കുന്നത്. ഇവൻ RCB ആന്ന് തോന്നുന്നു, അതിന്റെ കളിയാന്ന്. എടാ ഗെയ്ക്കോ അതിന് പരിക്കാന്നല്ലോടാ. നല്ലൊരു ബാറ്റ്സ്മാനും പോയി, ഓനാണെങ്കിൽ ഒരു റീപ്ലേസ്മെന്റും ഇല്ല. മൊത്തത്തില് കഷ്ടകാലാണല്ലോടാ നമുക്ക്. പൊട്ട് വെച്ച തങ്കക്കൊടം അങ്ങനൊന്നൊരു സന്തോഷമില്ലാത്ത ഗെയ്ക്വാഡിന് പരിക്കാന്ന് പോലെ. ഇനി തലയാന്ന് ക്യാപ്റ്റൻ. ഇത്രാലും ജഡേജൻ. എടാ നമ്മളെ ക്യാപ്റ്റന് പരിക്കായടാ. അതന്നെയല്ലേ ഞാനും പറയുന്നത്. തലക്കിനി എല്ലാ പൊസിഷനും ഇറങ്ങാൻ പറ്റുമായിരിക്കും അല്ലേ? ഗുഡ് ട്രൂ ഫാൻ തന്നെ നീ. എൻജോയ്. ടീമിലെ എല്ലായിടത്തിനും പരിക്കായിട്ടുണ്ടെങ്കിൽ തലേന് എല്ലാ പൊസിഷനിലും ബാറ്റിംഗ് ആണ്. എന്നിട്ട് ആ കോച്ചിനും കൂടി പരിക്കാണോ? 20,000-നോ? എന്റെ പൊണ്ണെണ്ണാച്ചി, 20,000-നൊന്നും ചെപ്പോക്കിലേക്കുള്ള ബസ്സിന് വരെ ഇപ്പൊ ടിക്കറ്റ് കിട്ടൂല. 80,000-ൽ കുറച്ചൊരു ടിക്കറ്റ് ഇപ്പൊ കിട്ടാനില്ല. ഇതിനും മാത്രം എന്താ ഇത്ര പ്രത്യേകമാണെന്നോ? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നേ? തലയല്ലേ ഇപ്പൊ ക്യാപ്റ്റൻ? ആ ടോസ് ഇടുമ്പോ തൊട്ട് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ വരെ തല ഇങ്ങനെ കണ്ടോണ്ട് നിക്കാം. പണ്ടത്തെ പോലെ കീപ്പ് ചെയ്യുമ്പോഴും ലാസ്റ്റ് 2 ഓവർ മാത്രല്ല. ഓക്കെ വിളിക്കാം. എന്റെ പൊന്നെണ്ണ, വീടും പറമ്പും വിറ്റ് വരെ ടിക്കറ്റ് എടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്. 20,000-നൊന്നും വിളിക്കല്ലേ. ബൈ. ഉണ്ട് ലേഡീസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷെ ഫോളോവേഴ്സ് കയറിയാൽ ഒരു ഫോളോവർക്ക് 50 പൈസ വെച്ച് തരണം. ധോനി DRS എടുക്കുന്നത് നേരിട്ട് കാണണമെങ്കിൽ മാത്രം മതി. ഓക്കെ ആരോ അമ്പാട്ടിയതായിട്ടോ പറയാശാനെ, എന്തൊക്കെയുണ്ട് വിഷയം. അപ്പൊ ഞാൻ ക്യാപ്റ്റനായ സ്ഥിതിക്ക് നമ്മളെ ശൈലി മൊത്തം മാറ്റലാണ്. അഗ്രസീവ് ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ലക്ഷ്യം 200, 250. ഓക്കെ? ഈ ടീമിനാരെ അഗ്രഷൻ കളിക്കണ്ടേ? വലിയ ടീം അങ്ങനെ മാറട്ടെ. ഗുഡ്. ഇവര് രണ്ടാളും ഒരു 10 ഓവർ തന്നിട്ട് ഒരു 150 ആക്കുമായിരിക്കും അല്ലേ? ആക്കും. ന്യൂസിലൻഡിന്റെ പിള്ളേരല്ലേ? എന്നാ കോൺവേ തിരിച്ചു വരുന്നത്. ഓനിയും കട്ടി സ്പീഡിലാണല്ലോ വരുന്നത്. ആ ശങ്കരനും പോയി. ഒരു കാര്യം ചെയ്തിട്ടു, അശ്വിനെ ഇറക്കി വിടും. നമുക്ക് ഇറങ്ങണ്ടേ? ടൈമില്ലടാ. ഈ വേനയെല്ലാം കൊണ്ട് ജഡു പോ. ഒരു 15 ഓവർ നിൽക്കണം കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ജഡു ഒരു 15 ഓവർ നിൽക്കുമായിരിക്കും അല്ലേ? തലേ എടാ പോടാ, പോയി ബാറ്റ് ചെയ്യടാ. പോയി തലേനി പോടുത്തേ. പോയി വന്നാ. ഒരു കാര്യം ചെയ്, അതാരാ മറ്റേ ഹൂഡയല്ലേ കിടന്നുറങ്ങുന്നത്, വിളിച്ചിട്ട് ഇമ്പാക്ട് ആക്ക്. കൂടെ പിണീക്കടാ, നീ ഇമ്പാക്റ്റാ പോലും. ഞാനാ ഇമ്പാക്റ്റാ. ബാറ്റ് എടുക്കടാ, ഇന്ന് അടിച്ച് പൊളിക്കണം. വെളിച്ചപ്പാട് തുള്ളി പോകുന്നുണ്ട്, എന്തെങ്കിലും നടന്നാ മതിയാണ്. ഹശാനെ ടൈമിങ് എടുത്താ. തലേ നരയം വിളിക്കുന്നുണ്ട് നിങ്ങളാ. എടാ നീ ഇമ്പാക്ട് ആടാ, പോയിട്ട് ഇന്ന് കുറച്ച് ഇമ്പാക്ട് കുറവാണ് എനിക്ക്. സോറി. ഒരു ഗുണവും മണവും ഇല്ലാത്ത കൊറേയാണ്. എന്റെ പങ്കായി കേട്ടോ, എന്റെ ബാറ്റിംഗ് എടുത്തട്ടെ, കാണിച്ചേറിയിരിക്കല്ലോ. ഇന്ന് തലേന്റെ വിളയാട്ടായിരിക്കും മോനെ. ക്യാപ്റ്റൻ അല്ലേ മോനെ ഇന്ന്.
ബാറ്റ് കൊടുത്തേ ഇറങ്ങട്ടെ. അല്ലെങ്കിൽ ഇത് ബോളിംഗ് പിച്ചല്ലടാ, നമുക്ക് ബോളിംഗ് പിടിച്ചാ പോരെ. ആ ബോൾ ചെയ്യുന്ന അതല്ലേ ഞാനും പറഞ്ഞേ, അല്ലാണ്ട് ഞാനിങ്ങനെ ഔട്ടാവാനോ തിരിക്കും. മരയാനെല്ലാം എന്തടിയാട്ടാ അടിക്കുന്നത്? നമ്മളെന്നെ പിച്ചിൽ തന്നെയാ കളിച്ചിനി. ഓ അടുത്ത സിക്സ്. ആരാടാ ബ്രേക്കിനിടക്ക് പിച്ച് മാറ്റിയേ? ചെന്നൈ കളിച്ച പിച്ചിലല്ലോ ഇപ്പം കളി നടക്കുന്നത്. എന്നാ തമാശയും കളിയാ? ആ മരയാനെ ഞാനുണ്ടല്ലോ, അവന് വിക്കറ്റ് എടുക്കണോ സിക്സ് അടിക്കണോ? അതാ അടുത്ത സിക്സ്. ഏച്ചിട്ട് എത്ര ഏച്ചി സാലറി? അനക്ക് ഡെയിലി 1000 ചായോ? ആണ്ടവാ, ഇതൊക്കെയാണ് ലൈഫ് നമുക്കുണ്ട്. ആ അമ്മ ഞാൻ ലേറ്റ് ആവും, കളി കാണാൻ വന്നിട്ടുള്ള ചെന്നൈന്റെ ഫസ്റ്റ് ബാറ്റ്. എടാ വീഡിയോടെ പോകുന്നത്? കളി കഴിഞ്ഞടാ, ചെന്നൈന്റെ ബാറ്റ് കഴിഞ്ഞാ? മൊത്തം കഴിഞ്ഞ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ അമ്മ ഞാൻ വരുത്താ കേട്ടോ, എന്നേലും വേണ്ടേ? രോഹിത്തണ്ണ ആ ടൈലുണ്ടല്ലോ. ഹൈറുദു സഞ്ജു വന്ന് ഇരിക്കപ്പ. എടാ ഇത് എന്നാണ് പറ്റിയെന്ന് എനിക്ക് ശരിക്കും അതൊന്ന് കുനിഞ്ഞതാ. കുനിഞ്ഞു നിന്നാ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് വന്ന ടീമാന്ന് അറിയില്ലേ? എന്തിനാ കുനിഞ്ഞേ? അതൊരു മരം നടാൻ വേണ്ടി കുനിഞ്ഞതാ. പുറത്തുള്ള സംസാരം അമ്പാട്ടി റൈഡും അടിച്ചു പിടിച്ചാട്ടാ. മുംബൈയിൽ ഇത് കിട്ടൂല കേട്ടോ. അടിക്കട്ടെ ചേട്ടാ, റൈബിന് അടിക്കട്ടെ. അഹങ്കാരം ഉണ്ടോ അവന്? അടിക്കട്ടെ. അടിക്കാനാണെങ്കിൽ പറ്റിയ ഒരാളെ ഞാൻ കാണിച്ചു തരാം. ബാ ആരാ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ചെപ്പോക്ക് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം. സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് ഇത് പകുതി ഗ്രൗണ്ട് പകുതി കാടുവാണല്ലോ. നമ്മളിവിടെ എല്ലാം പ്രകൃതി സ്നേഹികളാണ്. അപൂർവമായ പഴയ സസ്യനങ്ങളും നിങ്ങൾക്ക് ഇന്ന് ചെപ്പോക്കിൽ കാണാൻ പറ്റും. ആരെ ചെടി നശിപ്പിക്കുന്നേ? നമ്മളെ പ്ലേയേഴ്സ് കഷ്ടപ്പെട്ട് വെക്കുന്ന മരം നിങ്ങൾ നശിപ്പിച്ച് കളയുന്ന. നീ ഇത് അങ്ങോട്ട് നോക്കടാ. നീ ഇതാ ഇങ്ങോട്ട് നോക്കടാ. മിഞ്ഞാന്ന് 30,000, ഇന്നലെ 35,000. ഇതെല്ലാം വെക്കാൻ സ്ഥലം വേണ്ടേ? മുറിച്ച് കളഞ്ഞിട്ടല്ലേ ബാക്കി വെക്കാൻ കഴിയൂ. ഇനി ബോള് മുട്ടിയിടുന്നവനോടനെ മരം വെക്കാൻ പറയാ കേട്ടോ. അന്നെ കൊണ്ടാവൂലേ എന്ന് വെക്കാൻ. അതിൽ തലയൊരു മാനിയന. തല മുട്ടിയിടുന്ന ബോളിന്റെ മരെല്ലാം തലേന്റെ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നിട്ട്, അതുകൊണ്ട് നമുക്ക് പണിയില്ല. തല ഫോർ എ റീസൺ. കഴിഞ്ഞ പ്രാവശ്യം വന്ന മുൻചാം ഇതാ ആടെയാന്ന് ഓനെ അടക്കിയിട്ടുള്ളേ. ഓന്റെ നെഞ്ഞത്താണ് ആ ജാതിയുള്ളേ. ഹൈദരാബാദിലൊന്നും മുറിച്ച മരത്തിനെ പറ്റി ആർക്കും ടെൻഷൻ വേണ്ട. ചെപ്പോക്കിൽ ആമസോൺ കാടാണ് ഉണ്ടാവാൻ പോകുന്നത്. ബാക്കിയുള്ള 7 കളികളിൽ 1.5 ലക്ഷം മരമൊക്കെ നമ്മൾ നടും. ആ അണ്ണാ, നീ ഇല്ലാത്തന്റെ ഒരു കുറവും വരുത്തിയിട്ടില്ല, ജയിപ്പിച്ചിട്ടുണ്ട്. അല്ല അതിനിപ്പോ ഞാൻ ഉണ്ടായാലും ഏട്ടൻ തന്നെയല്ലല്ലോ നോക്കി നടത്തല്. നീ പൈനാപ്പിൾ എന്നിട്ട് ദുബൈ കൃഷി ചെയ്തുണ്ടാക്കിയതാ, ഫ്രഷാ. ഓ 6 ചാമീന് ട്രാക്കിലെത്തിയില്ലേ? എല്ലാരും ട്രാക്കിലെത്തും. അണ്ണല്ലേ ക്യാപ്റ്റൻ. ആ പിന്നെ ഇത് നമ്മളെ 100 കൊടുത്തേ ചെക്കന് നല്ല കിടലം പോലെ കളിച്ചു. പ്ലെയർ ഓഫ് ദ മാച്ച് അനക്കി നല്ല തന്നെയാണ്. ഞാനിത് കൊണ്ടുപോയിട്ട് എവിടെ വെക്കാനാണെടാ? ട്രോഫി മൊത്തം നിറഞ്ഞിട്ടുള്ള വീട്ടിൽ. ഇപ്പം മറ്റേ പെണ്ണിന്റെ മുട്ടായി ഉറുക്കലിന്റെ ട്രോഫി വരെ വെക്കാൻ സ്ഥലമില്ലായിട്ട് ഓള് പറയുന്നുണ്ട്. നീ തോന്നു കൊടുത്തേ. ഉഫ്, തല ഫോർ എ റീസൺ. ഋതു നീ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. ഞാൻ മറ്റേ ഇങ്ങനെ എറിഞ്ഞ ഔട്ടാക്കിട്ടെ നിന്നെ കണ്ണും കൂട്ടിട്ട്. ഇന്നലെ കണ്ടിട്ടില്ലേ? അണ്ണ കണ്ടിരി. പക്ഷേങ്കില് അണ്ണ ചെയ്യേണ്ട വേറെ കാര്യങ്ങളാ ഇതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചെപ്പോക്കിൽ സെഞ്ചുറി അടിച്ചിട്ട് ദിസ് ഈസ് ഫോർ യെല്ലോ ആർമി എന്ന് എഴുതി കാണിക്കുക. ഡൺ. ഈ സീസൺ കപ്പടിപ്പിച്ചിട്ട് സ്പോർട്സ് APMനോട് 4 വർത്താനം പറയുക. അതാരാ ഈ സ്പോർട്സ് APM? അണ്ണാ അവരെ കൊണ്ട് നമ്മൾ തോറ്റി. കപ്പടിച്ചിട്ട് അവരോട് 2 വർത്താനം വേണം. എന്നാ പിന്നെ ഈ സീസൺ കപ്പടിപ്പിച്ചിട്ട് ദിസ് ഈസ് ഫോർ ഋതുരാജ് കേക്ക്വാഡ് യു സ്റ്റുപ്പിഡ് സ്പോർട്സ് APM എന്ന് പറയാം അല്ലേ? മുംബൈ മോനും എന്തായി, ജയിച്ചാ? ഇല്ലടാ, ഒരെണ്ണം കൂടെ. ഒരെണ്ണല്ലേ വേണ്ടു, വേഗം എടുക്ക്. ആടെ ഇതിപ്പം തീർത്തേരാ. എന്തായി ജയിച്ചാ? ജയിച്ചില്ല, 2 വിക്കറ്റ് പോയി. ഓഹോ, അല്ല ഇതെന്നാണ് നമ്മൾ ജയിച്ചു കാണാൻ ഒരു വല്ലാത്ത ആഗ്രഹം നിങ്ങൾക്ക്? നിങ്ങൾ ജയിക്കുന്ന കാണാൻ മറ്റേ അതിയായ ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല. നിങ്ങളിപ്പം ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിവാരത്തിന്റെ ഏറ്റവും അടിയിന്ന് കുറച്ച് മുകളിലെത്താം. ആ ഉദയസൂര്യൻ താഴെ കിടന്നോളൂ. ഓ അതിയാ, നേരത്തെ പറയണ്ടേ. ഇതിപ്പൊ ശരിയാക്കി തരാ. ചെന്നൈ മോനോ ജയിച്ചിട്ടുണ്ട് കേട്ടാ. ഓ ജയിച്ചല്ലേ, നന്ദിയുണ്ടേ. ഒരു റൺ എടുക്കാൻ എത്ര ബോളാണ് നിങ്ങൾ എടുത്തേ? 7 ബോളാ. നിങ്ങൾ മനഃപൂർവ്വം നമ്മളെ താഴെയാക്കാൻ വേണ്ടിട്ട് ഇത്ര ലേറ്റ് ആക്കിയല്ലടാ. ദൈവം ചോദിക്കൂടാ എന്നോടല്ല, ദൈവം ചോദിക്കൂ. ആ ഞാൻ ചോദിക്കൂ. എന്നാ എന്റെ മോനെ കളിപ്പിക്കാത്ത എന്നാ? എന്റെ പൊന്നു പാജി നിങ്ങളല്ല. അവിടെ പിന്നില്ലേ ചിന്നസ്വാമിന് നല്ല മഴയാ പോലും. അറിഞ്ഞനാ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പിള്ളേരെയും കൂട്ടി അങ്ങോട്ട് വിടാം. വെള്ളത്തിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വെള്ളം കളിയോ തൊയച്ചിലോ എന്തോ ആക്കിട്ട് അടുത്ത കളി നല്ലോണം കളിച്ചോളൂ. നിങ്ങൾ ചിക്കുവിനെ വെച്ച് സെറ്റാക്ക്. ഓക്കെ ഞാൻ ചിക്കുവിനെ ഏടാക്കട്ടെ. എന്നാല് ഓനാടി ഉണ്ടാവുമോ? ഇനി അനുഷ്കേനെയും കൂട്ടി പുറത്തു പോയാമോ? തക്കം കിട്ടിയാ പോക്കാം. എന്തുണ്ട് എന്റെ കൈ എന്തുണ്ട്? ചിക്കു മഴയുണ്ടാ? ഇന്നില്ലേ നമ്മള് കുറച്ചാൾ അങ്ങോട്ടേക്ക് വരട്ടെ. എന്തിന്? അല്ല നമ്മളെ പിള്ളേർക്ക് കുറച്ച് വെള്ളം കളിയോ തുഴച്ചിലോ ഒക്കെ പ്രാക്ടീസ് ചെയ്യേ. അവിടെ നല്ല മഴയാന്ന് കേട്ട്. എന്റെ പൊന്നു മഹിബ, നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയ കളി നടക്കുമെന്നുള്ള ടെൻഷനിലുള്ള ടാറ്റാ. ചിക്കൽ ഒരുപാട് മാറിപ്പോയല്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളെ ഷാറൂഖ് ഖാനെ വിളിക്കട്ടെ. ഷാറൂഖ് ഭായ്, ചിന്നസ്വാമിയില് മഴയാ പോലും. അറിഞ്ഞാ?
ആ നമ്മളും നിങ്ങളും ആണ് തുഴച്ചിൽ ടീം. നമുക്കൊരു കാര്യം ചെയ്താലോ, നേരെ ചിന്നസ്വാമിയിലേക്ക് വിട്ടാലോ? പ്രാക്ടീസ് ആടുന്ന നമുക്ക് വേണ്ടേ. ബാംഗ്ലൂരിൽ നിന്ന് കേട്ടോണ്ടായിരിക്കും അല്ലേ? എന്നാ പിന്നെ വിളിക്കാം. നീ വരുന്നുണ്ടോ? ഞാൻ കുപ്പായെടുത്തിട്ട്. ഓക്കെ. ഇവർ നാലുമല്ലേ അടിവാരത്ത് വാഴണ ടീമോള്. പോയിന്റ് 2 വച്ച് കൂടെ കളിച്ചോർക്കെല്ലാം കൊടുത്തോര്. IPL-ലെ ടെസ്റ്റ് ടീമോ ചെന്നൈ സൂപ്പർ കിങ്സ്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റന്മാരെന്തിന് മുംബൈ ഇന്ത്യൻസില്. കലി തുള്ളിയ കാവ്യതൻ കയ്യിൽ കമ്മിൻസിന്റെ ഹെഡ്. സഞ്ജു ചേട്ടന്റെ പാട്ടുകൾ കേട്ട് ആർച്ചറെ ഉറങ്ങ്. ഇതുപോലൊരു കപ്പൊന്നു വേണം, പ്രീതി ചേച്ചിക്ക് കൊണ്ടുപോകണം. ചിന്നസ്വാമിയിലെ ശാപങ്ങൾ തീർത്തിട്ട് കപ്പ് നമുക്ക് വേണം. തലനായകനായിട്ട് ഫാൻസിനെ സ്റ്റാറ്റസ് ഇടിപ്പിക്കണം. ധാരാവി, ഞാൻ നമ്മളെ പഴയ IPL കാലം ഓർത്ത് പോലേനു. IPL ഫൈനലിൽ കപ്പിന് വേണ്ടി അടി കഴിയുമ്പോ ടേബിൾ ടോപ്പിൽ 1ഉം 2ഉം സ്ഥാനത്ത് ഇരിക്കുമ്പോ നമ്മൾ ഒരുമിച്ചേനു. ഇപ്പോ അടിവാരത്തിരിക്കുമ്പോ നമ്മൾ ഒരുമിച്ച്. അപ്പൊ നമ്മൾ ഇത്രയും കമ്പനി ആയ സ്ഥിതിക്ക്. കമ്പനിയാ? നീ അടിവാരത്തിന്റെ ഏറ്റവും താഴ്വാരത്തിരിക്കുന്ന ടീം, ഞാൻ അടിവാരത്തിന്റെ ടോപ്പിലിരിക്കുന്ന ടീം. ഈ സീസണിൽ നമ്മൾ അടിവാരത്തില്ലെങ്കിൽ നിങ്ങളെ അവസ്ഥ ഇതായിരിക്കൂല കേട്ടാ. പക്ഷെ നിങ്ങൾ അത്ര ഗതി കെട്ടിട്ടില്ല. നിങ്ങളാ ധോനിനെ വെച്ചിട്ടല്ലേ ജീവിക്കുന്നത്. തലയിരിക്കുമ്പോ വാലാടണ്ട, വേണ്ട വേണ്ട നീ ആയിരിക്കുമ്പോ നിന്നെ ചെപ്പോക്ക് തോപ്പിച്ചല്ലേ, ഇന്ന് വാങ്കടയൊന്നും തോപ്പിച്ചു തരണം. എന്റെ അഹങ്കാരം ഞാൻ തീർത്തുതരാം. തലേന്ന് വാലും പൊക്കി ഓടുന്ന കണ്ടോ നീ വാങ്കടയെന്ന്? ആരാന്ന് വാലും പൊക്കി ഓടുന്നത് കാണിച്ചു തരാടാ നീ. ചെപ്പോക്കിൽ തോറ്റാലും അടിവാരത്തായാലും വാങ്കടൽ നമ്മൾ ജയിക്കും. ഫോമില്ല എന്നാലും മരമെത്ര നട്ടാലും മുംബൈയെ നമ്മൾ തകർക്കും. ബോലോ ബോൽ മേരാ ഭായി വിഷ് യു ഗുഡ് ലക്ക്. ഹലോ, ന്യൂസിലൻഡ് ക്രിക്കറ്റ് ബോർഡല്ലേ? അതൊരു റീഫണ്ടിന് വേണ്ടിയിട്ടാണേ. രജിൻ രവീന്ദ്ര. ഇല്ല, കഴിഞ്ഞ കൊല്ലം കിട്ടിയ സാധനം എന്നല്ല ഇപ്രാവശ്യം കിട്ടീനി. കഴിഞ്ഞ കൊല്ലം കുറച്ച് വർക്കാതിന്, ഇപ്രാവശ്യം തീരെ വർക്കാകുന്നില്ല. ഒന്നിക്കലും എന്തോ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇല്ലേ, ഡിഫക്റ്റ് പീസ്. രവീന്ദ്ര 50 അടിച്ചെന്നാ? അത് രവീന്ദ്ര ജഡേജാടോ. വേണ്ട റീപ്ലേസ്മെന്റ് ഒന്നും വേണ്ട, റീഫണ്ട്. ഓക്കെ. രോഹിത് അണ്ണ, ഇതൊന്ന് പവർ പ്ലേ കഴിഞ്ഞിട്ട് ക്രീസിൽ പോകുന്നില്ലേ? റെസ്റ്റ് വേണ്ടേ? ഇല്ലടാ, കുറേ നാൾ റെസ്റ്റ് എടുത്തിട്ട് എന്തോ ഒരു ക്ഷീണം പോലെ. നമ്മളെ ചങ്ങായി ഒരു തൈലം തന്നെ, നമ്മളെ കഴുത്തിന് മുകളിലുള്ള തല അപ്പോൾ നല്ലൊരു ഉന്മേഷമുണ്ട്. കൊള്ളാം സാധനം. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ബാറ്റ് ചെയ്തോളെ. അതിയാ വെറുതെ അല്ല തലക്കിന്ന് അടിക്കാൻ പറ്റായിനല്ലേ. എന്നാലും ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനെ സ്വന്തം തൈലം കൊടുത്ത് ഫോമാക്കിയതിൻ്റെ തല ഫോർ എ റീസൺ. ഇന്നത്തെ പൊട്ടുവെച്ച തങ്കക്കുടത്തിനുള്ളതായി. ഹലോ, പ്രകൃതി സംരക്ഷണ വകുപ്പല്ലേ? ഇവിടെ വാങ്കടയിൽ പ്രകൃതി വിരുദ്ധത നടത്തുന്നു സാർ. ഇന്ത്യൻ ODI ക്യാപ്റ്റനും ഇന്ത്യൻ T20 ക്യാപ്റ്റനും. അതല്ല, നമ്മൾ ബാറ്റ്സ്മാൻമാർ കഷ്ടപ്പെട്ട് നട്ടുപിടിപ്പിച്ച മരങ്ങളല്ലേ നിങ്ങൾ പിഴുതെറിയുന്നു സാർ. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും സാർ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം സാർ. ഓക്കെ സാർ, താങ്ക്സ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാ ചോദിച്ചോ. തലേ എന്നാന്ന് നമ്മൾ ചോദിക്കണ്ടേ? കൊറേ കളവന്മാരെ ടീമിലെടുത്തിട്ട് ഇപ്പൊ ടീം ഓർത്തായില്ലേ? കളവന്മാരെ ടീമാ? നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല. രാവിലെ എണീറ്റിട്ട് മാവിന്റെ ചോട്ടിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. ഈ കളവന്മാർ മാവിന്റെ ചോട്ടിൽ മൂത്രം ഒഴിച്ചവരല്ല സാർ. ഒരു സീസൺ മുഴുവൻ ചെപ്പോക്കിൽ ഞാറ് നട്ടവർ. IPL ടോപ്പ് 4-ൽ കയറാൻ വേണ്ടി ഒരുപാട് ടീമുകൾ കുറേ വനങ്ങൾ നശിപ്പിച്ചു. അത് എതിർത്ത് നിന്ന ഒരേ ഒരു ടീം CSK. അതിനുവേണ്ടി നമ്മൾക്ക് കൊടുക്കേണ്ടി വന്ന വില അടിവാരത്തിലെ താഴ്വാരം പൊസിഷൻ. ഇന്ത്യൻ ടീം ക്യാപ്റ്റൻസ് വന്ന് വാങ്കടയിൽ നമ്മളൊപ്പം കളിക്കുമ്പോൾ പറയുന്നു നമുക്ക് മരമൊന്നും നടാൻ താല്പര്യമില്ല, നമ്മൾ 4-6 അടിച്ച് കളി ജയിപ്പിക്കാൻ പോക്കാം. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല.
ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാർ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി മരം നടാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ടെസ്റ്റ് ടീം എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ഇതെല്ലാം പറയാൻ വേണ്ടി നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ അടുത്തേക്ക് പോയി. അവർക്ക് ബോലോ സുബ കേസരിന്റെ മൈ 11 സർക്കിളിന്റെ ആഡ് ഇടാൻ സമയമുണ്ട്. നമ്മളെ ബാറ്റിംഗ് ഹൈലൈറ്റ്സ് ഇടാൻ 2 മിനിറ്റ് ഇല്ല. അതിന് ഹൈലൈറ്റ്സ് മൊത്തം വള്ളം കളിയല്ലേ? ആ ഇതന്നെയാണ് അവരും പറയുന്നത്. IPL 6ഉം 4ഉം വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. 6 അടിക്കുമ്പോൾ സ്വിഗ്ഗിന്ന് കൊടുക്കുന്ന ഓഫർ വേണ്ട, കൂടുതൽ 6 അടിച്ചവന് കൊടുക്കുന്ന ട്രോഫി വേണ്ട, ഫാന്റസി പോയിന്റ് വേണ്ട, ഓറഞ്ച് ക്യാപ്പ് വേണ്ട, സ്ട്രൈക്ക് റേറ്റ് നോക്കല് വേണ്ടേ വേണ്ട. ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ ഒരു കളിയിൽ 10ഉം 11ഉം 6 അടിക്കാൻ തുടങ്ങിയാൽ ഈ കൊല്ലം നമുക്കിടെ മഴ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? IPL ട്രോഫി ആഡംബരം, മരം നടൽ അത്യാവശ്യം. തല ഫോർ എ റീസൺ. പന്തേ എന്താ മഹിബൈ, എന്താ മഹിബ ഇങ്ങനെ ചൂടാന്ന്? നീ നാളെ ബാറ്റിങ്ങിന് ചെയ്യാത്തെ? ആ പിന്നെ ഞാൻ ചെയ്യൂല, എനക്ക് പേടിയാ. നീതാ മാവിയാന്ന് പാവിയാന്നൊന്നും ഞാൻ നോക്കൂല. എന്ത് പേടി വന്നിനെ പോയി ബാറ്റ് ചെയ്യടാ. മഹിബയും ഉണ്ടാണ്ടെന്നേ കീഞ്ഞിട്ട് റൺ എടുത്തിട്ടില്ലെങ്കിൽ അന്നെ ഗോയങ്ക കൊല്ലും. അതിലും നല്ല കീയാണ്ടിരിക്കുന്നതാണ്. ആ ഇന്ന് നീ ബാറ്റ് ചെയ്തിട്ടില്ലേ നിന്നെ ഞാൻ കൊല്ലും. അല്ല ഇതിപ്പം ഞാൻ കീഞ്ഞാലില്ലെങ്കിലും മഹിബായിക്കുന്ന പ്രശ്നം. എന്റെ കഷ്ടകാലത്തിന് നീയും ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറും ആയി പോയില്ലേ. ഇപ്പം എന്താ തുടങ്ങും കുറയണം തലേന്റെ ഇൻഫ്ലുവൻസ് ആന്ന് പറഞ്ഞിട്ട്. എന്റെ പൊന്നു പന്ത് ഭാവിയല്ലേ, പോയി ബാറ്റ്. സ്ട്രോബെറി മേടിച്ചു തരാമല്ലോ ഞാൻ, എന്റെ ഫാമിലുള്ള സ്ട്രോബെറി മേടിച്ചു തരാം. മഹിബായ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കീയ. ഓക്കെ. ആ ഹലോ മഹിബായ്. എടാ നീ എന്നെ പോയില്ലേ, പോയി ബാറ്റ് ചെയ്യടാ മോനെ. അല്ല ഞാൻ പോയിട്ട് വന്നാ എത്ര ബോള്? 2 ബോളാ? ശരി, ഞാൻ എന്നാ ഗോയങ്കേൻ്റെ കേട്ടിട്ട് വരട്ടെ. ഓക്കെ. ഇനിയിപ്പോ ഇതും എന്റെ തലയിലാവില്ല ഈശ്വര. തലേ പന്തിന് ടിപ്പ് പറഞ്ഞു കൊടുത്തിനല്ലേ? പന്തിന് മാത്രല്ലടാ നിനക്കും തലടാ ടിപ്പ് പാടാ. ഇങ്ങനെയാണ് തല നമ്മളെ നാടിനെ രക്ഷിച്ചത്. അറിയെനിക്ക്. നിങ്ങൾ അറിയുന്നുണ്ടാ എന്താടാ ദൈവത്തിന്റെ പോരാളികളില്ലേ? ഒറ്റ കൊണ്ട് തുടങ്ങിയിട്ടുണ്ടാവൂല്ലേ? തോറ്റോണ്ടാ തുടങ്ങിയേ, പക്ഷെ ഇപ്പൊ ജയിക്കാൻ തുടങ്ങി. ഇപ്പൊ 3ാമതെത്തി പോയിന്റ് ടേബിളില്. കോഴ അമ്പാനിന്റെ കോഴ. രോഹിത് ഫോം ആകാൻ തുടങ്ങി. അത് പവർ പ്ലേ ചെയ്യുന്നതിന് മുന്നേ പോയിക്കോളൂ. 6 അടിച്ച അടുത്ത ബോൾ സിംഗിൾ ഇടാൻ തുടങ്ങി. ഇപ്പൊ സ്വീപ് ഷോട്ട് അടിക്കുന്നില്ല. കോഴ അമ്പാനിന്റെ കോഴ. ഞാൻ എന്തായാലും പുറത്തായില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്പാനി ഇനിയിപ്പൊ അംബാനിനെ എന്തിനാ പറയുന്നത്? അംബാനി ഒന്നും ചെയ്യുന്നില്ലല്ലോടാ ഇല്ല. സാധാരണ നമ്മളെ ബാറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നട്ട ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മീറ്റിംഗ് വിളിക്കാറുള്ളത്. പക്ഷെ ഇന്ന് മീറ്റിംഗ് വിളിച്ചതിനൊരു കാരണമുണ്ട്. നമ്മളുടെ ടീം ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ സീസണിൽ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. അത് ഇതുവരെ നമ്മൾ വളരെ കൃത്യമായിട്ട് നിറവേറ്റിയിട്ടുമുണ്ട്. പക്ഷെ ഇന്ന് നമ്മളുടെ ബാറ്റിങ്ങിൽ ചില ആൾക്കാരുടെ സമീപനത്തിൽ ചെറിയ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ആയുഷ് മുംബൈയുടെ ഒപ്പമുള്ള കളിയിൽ 15 ബോളിൽ 32 അടിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഇനി ഇത് ആവർത്തിച്ചാൽ നിങ്ങൾ ടീമിൽ ഇറക്കൂല. പക്ഷെ ഇന്നും സെയിം കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തായത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊന്നും ഇവിടെ നടക്കൂല. പിന്നെ ബേബി ABD ഞാൻ മാനേജ്മെന്റിനോട് അപ്പോഴേ പറഞ്ഞതാണ്, ഒരു ബേബീനെ കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര തലവേദനയാണ്. നോക്കൊന്നും വേണ്ട, നിന്നെ തന്നെയാന്ന് പതിരാനെ. അപ്പോ ബേബി ABD ഇന്നത്തെ കളിച്ചെന്താണ്? എത്ര 6 ആണ് അടിച്ചത്? നിങ്ങൾ മുന്നേ കളിച്ച ടീമുകളെ പോലെ അല്ല CSK. ഇത് കര വേറെയാണ് മോനെ. ഓക്കെ. ബാക്കിയുള്ള എല്ലാവരും പണ്ടത്തെ പോലെ തന്നെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ദുബെ, ജഡേജ, ധോനി, ഹൂഡ എല്ലാവരും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ ഇനി ശ്രദ്ധിക്കുക. ഓക്കെ ശരി, വിസിൽ പോടും. ആയുഷും ബേബി ABD ഒന്നും ഇങ്ങോട്ടേക്ക് വന്നാട്ടെ. ഒരു ഗ്ലോബൽ വാർമിംഗ് വന്നാലേ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കളിക്കുക. ഓക്കെ. பாசம் வைக்க நேசம் வைக்க தோழன் உண்டு வாழ வைக்க அவனை தவிர உறவுக்காரன் யாரும் இங்கில்லே. உள்ள மட்டும் நானே உசுரக்கூடத்தானே என் நண்பன் கேட்டா வாங்கிக்கென்னு சொல்லுவே. சோகம் விட்டு சொர்க்கம் தொட்டு ராகம் இட்டு தாளம் இட்டு பாட்டு பாடும் வானம் பாடி நாம் தான். ടോപ്പ് ടേബിളിലുള്ള ടീമെല്ലാം അടിയന് മരിച്ചോട്ട്. പക്ഷെ അടിവാരത്തുള്ള നമ്മൾ രണ്ടാളും എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കണം. തെറ്റ് ചെയ്തു നീ ഉദയസൂര്യ, വലിയ തെറ്റാ ചെയ്തേ. അടിവാരത്ത് നീ ചവിട്ടി താഴ്ത്തിയപ്പോൾ അവൻ എന്താ പറഞ്ഞെന്നറിയോ നിനക്ക്? നട്ട മരങ്ങൾക്കൊക്കെ വെള്ളം ഒഴിക്കണേ രാജു. അതല്ല അത് കഴിഞ്ഞിട്ട് RCB ആയോ മുംബൈ ആയോ കപ്പെടുക്കാൻ വിടില്ലേ രാജു. അതുമല്ല അത് കഴിഞ്ഞിട്ടെന്നാ പറഞ്ഞെന്നറിയ എനിക്ക്. ഉദയസൂര്യനെ നോക്കിക്കോളണേ രാജു. അല്ല മോനെ, എത്ര സമയമായി ഞാൻ വിളിക്കുന്നത്. ഇത് ഒരേ ഔട്ട് ഓഫ് കവറേജ് ആണല്ലോ നീ. അവിടെ ഈടെ പണ്ട് നീ ഉള്ളവരുണ്ടായ അത്ര റേഞ്ച് വരെ ഇല്ല. ഇപ്പൊ അതിങ്ങ് മുകളിലെത്തിന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ്. ഇന്ന് നമ്മളെ പന്തുമോന്റെ ഒപ്പരേനും കളി തോപ്പിച്ചു വിട്ട് മിക്കവാറ് ചെക്കനെ ശരിയാക്കും കേട്ടോ ഗോയങ്ക. എന്റെ മോനെ, നമ്മൾ ഇവിടുന്ന് ഒന്നും അറിയുന്നില്ലടാ. എന്റെ മോനെ, ഇത്രയും നേരം ഷാവോക്കാണെന്ന് ഓരോ പത്താനും ജവാനും ഇട്ട് കാണിക്കലേനും. ഇത്രയും കളി തോറ്റിട്ട് വരാൻ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടായിട്ടില്ല മോനെ. പാച്ചങ്ങ ആടിയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ടാവും അല്ലേ? നമ്മൾ ഇന്നലെ മേലെപ്പറമ്പിലെ 4 ആള് കൂടിയിട്ട് തുടരും കാണാൻ പോയി. അടിപൊളിയായി. എനിക്കിപ്പാടെ ഫ്രണ്ട്സ് എല്ലാം ആയല്ലോ അല്ലേ? നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോകും കേട്ടാ.
അതിന് മുന്നേ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങ്. ഇല്ലടാ എനിക്കറിയില്ല, നമ്മൾ രണ്ടാളും ഒരാൾ ഇവിടെ ഇല്ല ശരിയാവില്ല. അല്ല നീ കഴിച്ചാ? ഭക്ഷണം കഴിക്കാനുള്ള കണക്കന്നെയാടാ. മിഞ്ഞാന്ന് ഇവിടെ ഒരു അടിയുണ്ടല്ലോ ഞാനും സൂര്യനായിട്ട്, അന്ന് ഇവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഇന്നലെ നമ്മളെ പ്രീതി വെച്ച് കുറച്ച് പറാത്ത കൊടുത്ത് വിട്ടിന് ഷാറൂഖ് ഖാനിന്റെ അടുക്ക, അത് കഴിച്ച്. ഇന്ന് നോക്കുമ്പോ ഒന്നുമില്ല കഴിക്കാൻ. നോക്കുമ്പോ ഇയാളെ കുറച്ച് കമലാപസന്ത് ബാക്കിയുണ്ടെന്ന്, അത് ജ്യൂസ് അടിച്ച് എല്ലാരും കുടിച്ച്. സത്യം പറയാലോ ധാരാവി, പട്ടിണിയാ, മുഴുപ്പട്ടിണി. കപ്പില്ലാത്തവനും കഴിവില്ലാത്തവനും അങ്ങനെ പറഞ്ഞങ്ങ് ജീവിക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിന് 5 കപ്പ് ഉണ്ടായി പോയില്ലേ. നാളെ നിങ്ങളെ രാജുവിന് നമ്മളെടുത്ത ഗുജറാത്ത് ആയിട്ട് കളിയില്ലേ, ഞാൻ കുറച്ച് ബിരിയാണി കൊടുത്തു വിടാം അവരുടെ അടുത്ത്. പിന്നില്ലേ ഈ ഗുജറാത്തിന് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നീ നമ്മളെ രാജുവിനോട് പറഞ്ഞിട്ട് ഇവരൊന്ന് തോപ്പിക്കാനാകുമോ നോക്കാൻ പറ. അരി കൊത്ത രാജുവാ, എനിക്ക് കാറ്റ് മാറിപ്പോയിനാ, നോക്കാം നമുക്ക്. എടാ പിന്നില്ലേ RCB കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, എനിക്ക് ചിലപ്പോൾ റൂം മാറേണ്ടി വരും. ശരിയാന്ന് ഞാൻ വിളിക്കാം. ഈ അടിവാരത്തിനൊരു പാരമ്പര്യമുണ്ട്, അത് വിട്ട് നിങ്ങൾ ആരും കളിക്കാൻ പാടില്ല. രാജു നീ ഇന്നലെ ആരപ്പുര ജയിച്ചേ? ഗുജറാത്ത് 3ാം സ്ഥാനത്തുള്ള ഗുജറാത്തിന്റെ പേരും. നീ ഇന്നാരപ്പുര ജയിച്ചേ? ഡൽഹി 4ാം സ്ഥാനത്തുള്ള ഡൽഹിന്റെ പേരും. ഓ നീ പിന്നെ തോപ്പിച്ചത് തന്നെയാണല്ലോ ഉദയ സൂര്യ. 4 സവരങ്ങളെ കുന്നോളുണ്ട് ട്ടാ മനസ്സിൽ സങ്കടങ്ങള്. നിങ്ങൾക്കും വേണ്ടി മാറ്റി വെച്ചാണ് ഞാൻ ആ അടിവാരത്തുള്ള 1.5 ഏക്കർ. അവിടെ ഓരോ മാച്ചിൽ ഓരോ വിളവെച്ചിറക്കാനുള്ള വിത്തിപ്പുണ്ട് ചെന്നൈന്റെ കൈമല്. എന്നിട്ടും അത് അവിടെ തന്നെ മാറ്റി വെച്ചത് നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ തോപ്പിച്ച് കളഞ്ഞല്ലോ ടോപ്പ് ടേബിളിലുള്ള 2 ടീമിനാ. നമ്മളില്ലേ ഞാൻ അടിവാരത്തെത്തിയ ഇല്ലല്ലോ. നീ എന്നാട് ഇടാ? എടാ നീ ഒന്നിട്ട് കാൽക്കുലേറ്റർ എടുക്കുക. അതിന് ഞാൻ ടേബിൾ ടോപ്പ് അല്ലേ, എനക്ക് തന്നെ കാൽക്കുലേറ്റർ. എടാ നിങ്ങൾക്കല്ലടാ, നമുക്ക് വേണ്ടിട്ട്. എടാ അതെല്ലാം ഞാൻ നിർത്തിയ പണിയാണ്, ഇനി ഇല്ല അങ്ങോട്ടേക്ക്. എടാ നീ നമുക്ക് വേണ്ടിട്ട് ഒന്ന് ചെയ്യണം. ഒന്ന് പോയാൽ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. എടാ ഞാൻ പോവാടാ, പക്ഷേങ്കിലേ അന്നയും കാത്ത് കണ്ണിൽ എണ്ണി വെച്ചിട്ട് കുറച്ച് ആൾക്കാരവിടെ കാത്തൊക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നടുവിന് എണ്ണി വെച്ചിട്ട് നമ്മുടെ തലയും. അവരോട് ഞാനന്നീ പറയണ്ടേ RCBക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞിരുന്ന. ഇത് ആ അൽമാരയിലുണ്ട് കാൽക്കുലേറ്റർ, എടുത്തിട്ട് വന്നാ. ഇനി നിങ്ങൾക്ക് പ്ലേ ഓഫ് കളിക്കേണ്ടിക്കതാ ഇങ്ങനെയല്ല സംഭവിക്കണം. ബാക്കിയെല്ലാം ഓക്കെ, പക്ഷേങ്കിലില്ലേ നമ്മൾ ഒറ്റക്കളി ജയിച്ചിട്ടില്ലെങ്കിലും ക്വാളിഫൈ ആകാൻ എന്താ വിചാരിച്ചിട്ടുണ്ടാ? ബാ വഴിയുണ്ട് പറഞ്ഞുതരാം ബാ. വൃത്തിയേട് അവിടെ പിന്നില്ലേ വിശ്ലേഷേ, ഞാൻ പറയുന്നതിനെ കൊണ്ടൊന്നും വിചാരിക്കരുത്. നീ ഇടക്കിടക്ക് നീ ഇനി എന്നെ കാണാൻ ഇങ്ങനെ വരണ്ട, അതെനക്കൊരു മോശം. ശരി എന്റെ സലാറേ. എടാ മോനെ, ഓ ഈ കുരിപ്പുകാലം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ കളിയുണ്ടായല്ലേ, എന്തൊരു കഷ്ടം ഇത് കഴിയാനായിട്ടില്ലേ. കേവലം ഒരു സീസൺ കൊണ്ട് മാത്രം CSK എന്ന ഈ ടീമിനെ വിലയിരുത്താൻ നിക്കല്ലേ മക്കളെ. ദ ലയൺസ് വിൽ കം റോറിംഗ് ബാക്ക്. അറ്റ്ലീസ്റ്റ് ആ കളി എന്തായി നോക്കിയിട്ടും പിന്നെ ആയിരിക്കടാ. ജയിച്ചനാ അല്ല അത് തോറ്റിന്. പിന്നെന്നാ എന്നാലും നിനക്ക് ഡയലോഗ് ഒന്നും മാറ്റാടാ. എല്ലാ കളി കഴിഞ്ഞാലും സെയിം ഡയലോഗാ. പിന്നെ എല്ലാ കളിയിലും ഒരേ തോൽവി തന്നെയല്ലേ നമ്മൾ തോക്കുന്നത്. പിന്നെ ഡയലോഗിന് മാത്രം തന്നെ ഒരു ചേഞ്ച്. എടാ എന്നാലും ഇന്നത്തെ ഒരു കളിയെങ്കിലും നിങ്ങൾ ടീമിന് ജയിച്ചു കൂടിനോടോ. ഇതിപ്പോ പഞ്ചാബ് നമ്മളെ മോളിൽ കയറിയില്ലേ. ഓ അതെ അങ്ങനെ ഉണ്ടല്ലേ. എന്നാ പിന്നെ ഒന്ന് തോറ്റത് വളരെ നന്നായി. പണ്ട് ഓർമ്മയുണ്ട് എനിക്ക്, നിങ്ങളൊരു കളി വേഗം ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിവാരത്തിന്റെ താഴ്വാരത്തുനിന്ന് കുറച്ച് മുകളിലെത്തേനു. അന്ന് നിങ്ങൾ 7 ബോൾ എടുത്ത് റൺ എടുക്കുക. 7 ബോൾ 7 തല ഫോർ എ റീസൺ. തലയിൽ എന്തെങ്കിലും ആക്കിനാ? ആ തലയൊരു 6ഉം 4ഉം ക്യാച്ചെല്ലുണ്ടല്ലോ. കാലമേ ഇനി പിറക്കുമോ ഇതുപോലൊരു അവതാരം. തല തുടരും. എന്തൊരു ചേലാണ് അണ്ണന്റെ ബാറ്റിങ്. ഇളകി ഇളകി ഇളകി. എന്തൊരു ചേലാണ് അണ്ണന്റെ കീപ്പിങ്. ചെന്നൈയുടെ ജേഴ്സി ഇട്ട് 6 അടിക്കുന്നതാര്? പിന്നെ പുറത്തായ സ്ഥിതിക്ക് ഞാൻ എന്തായാലും നിക്കുന്നില്ല, ഇറങ്ങുന്ന. ശരിയെന്നാ എല്ലാരോടും. എന്നാ ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ തരുവാ? ഒന്നും വേണ്ട കാവ്യേ, ആ 10,000 കുറച്ച് ചീരന്റെ വിത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, അത് മാത്രം മതി എനക്ക്. പിന്നെ നീ ഷാറൂഖ് ഖാനോട് പറയണം അധികം ഈ മസാലന്റെ ആഡിലൊന്നും അഭിനയിക്കരുത്. ലഹരിക്കെതിരെയായിരിക്കണം നമ്മൾ. വൈഭവ് മോനെ, പ്രകൃതിനെ സൂക്ഷിക്കണം, പഠിക്കണം നല്ലോണം, ഒരേ കളിച്ച് നടക്കറ്. എന്നാ ശരി പോക്കാന്നേ. ഇവിടെ ഒരാള് ജീവിതത്തിൽ ആദ്യമായിട്ട് ലാസ്റ്റ് പുഷിൽ നിന്ന് കഷ്ടപ്പെടുമ്പോ അവന്റെ ഹാപ്പി ഓടാ. ആ പാർലമാരിന്റെ പെണ്ണുങ്ങളോടും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടാന്ന്. അടിവാരത്ത് വെച്ചിട്ട് ഏതെങ്കിലും അനാഥ സിംഹത്തിന്റെ ജടം കണ്ട മുഖം തിരിച്ച് നടക്കരുത്. പിന്നെ വഴിയിൽ വെച്ച് ഏതെങ്കിലും വിസില് കണ്ട ഊതാണ്ട് പോകരുത്. പിന്നെ വൈഭവ് മോനെ, അധികം 6 അടിക്കുന്ന പരിപാടി വേണ്ട. ആ ചിയർ ലീഡേഴ്സ് സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ. പിന്നെ വൈഭവ് മോനെ, എല്ലാം പ്രകൃതിന്റെ നന്മക്ക് വേണ്ടിയല്ലടാ. ഓസോൺ പാളിക്കല്ല വിള്ളല് വീഴലല്ലേ.
ഇയാളെന്നാ ഈ അത്തുമ്മിത്തും പറയുന്നത്? ഞാൻ കാരണം എന്റെ കാറിന് റിമോട്ട് കാണാറ്റ. അല്ല ഇതാരാണ് ശരിക്കും? നമ്മൾ അടിവാരത്തുകാര് ചെന്നൈനെ കളിയാക്കാൻ പാടില്ല. അവര് വളർത്തിയ മരത്തിന്റെ തണലിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അല്ലേ ആരാന്ന് അറിയില്ലടാ ഇങ്ങക്കൊന്നും. അതാ പോയ പോലെ തന്നെ തിരിച്ചു. എന്നാ വിസിലേട്ടാ പറ്റിയേ? ബാക്കിയുള്ള കളിയും കൂടി തോറ്റിട്ട് പോയാമെന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞു. തെണ്ടികള് വന്നോ ടേബിൾ ടോപ്പർ തെണ്ടി, ഇങ്ങോട്ട് വരിക, ഞാനൊന്ന് കാണട്ടെ. വയ്യ, അങ്ങട് വന്ന് ലാസ്റ്റ് പൊസിഷനിലെ ഇരിപ്പ് കാണാൻ വയ്യടോ. മനസ്സിൽ സച്ചിൻ ബാജിന്റെ കൂടെ കൊണ്ടു നടക്കുന്നൊരു മുഖമുണ്ട്, അതവിടെ തന്നെ നിന്നോട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നില്ലേ താൻ? പുറത്തായിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. പറ്റുമെങ്കിൽ ഇന്ന് RCB തോപ്പിക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ നിൽക്കട്ടെ. പോവാണോ താൻ? താൻ പാടാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ആ പാട്ട് അങ്ങോട്ട് പാടുക. ടം ടം ചെന്നൈ വസേക്കും തലേ ക്യാപ്റ്റൻ കൂളെ ടങ് ടങ് ബെസ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ നീയേ ചെപ്പോക്കിൽ രാജാവായി വാണിടുമീ എന്റെ റാഞ്ചിയിലെ ഫാമേ വീട്. നമ്മളിങ്ങനെ പോയിന്റ് ടേബിളിന്റെ ടോപ്പിൽ ഇങ്ങനെ ഇരിക്കാൻ നിങ്ങൾ ആ ഡയലോഗ് ഒന്നും കൂടി പറഞ്ഞ്. ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നാണോ പറയണ്ടേ? ആരുടെ അത്? ഹലോ, RCB ആണേ. ഇവിടെ നീ ജയിച്ച CSK ജയിക്കാനായത് കണ്ടിനല്ലോ. എടാ വിസിലേഷ് ചെറ്റേ, ഞാൻ നിന്നോട് എന്നേരെ വർട്ടിലെ നമ്മൾ നടുന്ന മരങ്ങക്കൽ ഒരു ദിവസം ഒരു ഫലം ഉണ്ടാവുമെന്ന്. ഇപ്പൊ എന്തായി? മഴ കാരണം മുംബൈ തോറ്റില്ലേ? ആദ്യത്തെ മഴ തുടങ്ങിയായിരുന്നു എന്നെ മുംബൈ തോറ്റൊന്നും വിചാരിച്ചിട്ട് തിരിച്ചു വന്നല്ലേ രണ്ടു. അതെ, അതിനെന്നാ? എന്നാൽ ആദ്യത്തെ മഴ ചോർന്നു കേട്ടാ. മഴ ദൈവങ്ങളെ ചതിച്ചാ? അല്ല, മഴ രണ്ടാമതും. ഓ, മഴ ദൈവങ്ങളെ കാത്തു. പക്ഷെ ജയിച്ചത് മുംബൈ ആണ് കേട്ടാ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഇതൊക്കെ വൈഭവ് മോന്റെ ഓരോരോ പ്രാങ്കുകളല്ലേ. ചെന്നൈക്ക് 150 ചേസ് ചെയ്ത് ജയിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞോന്നുള്ള മാളത്തൊന്ന് പുറത്തേക്ക് വാടാ. ധോനി ബൈക്ക് ഫിനിഷ് ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞോനും പുറത്തേക്ക് വാ. മാർച്ചിലൊരു ജയം, ഏപ്രിലൊരു ജയം, മെയ്യിലൊരു ജയം. ഒരു 5-6 മാസം കൂടി IPL ഉണ്ടെങ്കിൽ ചിലപ്പം 18 പോയിന്റ് ആക്കിയിട്ട് നമ്മള് പ്ലേ ഓഫിലും കയറി. പുറത്തേക്ക് വാടാ ഹേറ്റേഴ്സേ. വിസിൽ പോടൂ. ഹലോ രോഹിത് മോനു, ഹാപ്പി റിട്ടയർമെന്റ്. എന്നാലും ഇത്ര പെട്ടെന്ന് വേണ്ടേനും കേട്ടാ. ഒരു 1-2 കൊല്ലം കൂടി കളിക്കാനും. നീ എന്തായാലും റിട്ടയർ ആയ സ്ഥിതിക്ക് ഇടുന്നൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്, ഈഡൻ ഗാർഡൻസ് എന്ന്. അല്ല, നിങ്ങളെ പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് കയറാൻ കളിക്കുന്ന ഒരു ടീമില്ലേനോ കൊൽക്കത്ത, അവരെയും കൊന്തി തായിട്ടിട്ടുണ്ട്. ഹാപ്പി അല്ലേ? നീ ധോനിയോട് താങ്ക്സ് പറയടാ. എന്നാലും ഇങ്ങനെ ഉണ്ടാകും ഒരു ഗതികേട്. 5-10 കൊല്ലം കൂടിയിട്ട് പ്ലേ ഓഫ് കയറാൻ വേണ്ടി ഒറ്റൊരു കളി ജയിച്ചാൽ മതിയായിരുന്നു. നേരം തന്നെ ആ പാകിസ്ഥാൻ തണ്ടികള് മുടിഞ്ഞു പോയുള്ളൂ. ഐറ്റിങ്ങള് മുടിഞ്ഞു പോയുള്ളൂ. ഞാൻ ആലോചിക്കുന്ന എന്താന്ന് വെച്ചാല്, നമ്മള് കപ്പെടുക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടൊരു യുദ്ധം വരേണ്ടി വന്നില്ലേ? ഓ, നമ്മളൊരു പവർ. യുദ്ധമില്ലാത്ത സ്ഥലക്കപ്പ് നമ്മുടെ. ശരിയാ കഴിഞ്ഞ സീസണിലൊന്നും യുദ്ധം ഇല്ലാത്തോണ്ട് പിന്നെ ചിന്നസ്വാമി നിറച്ചും കപ്പാന്നല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഇനി കളി നടത്താനൊന്നും നിൽക്കണ്ട. കൂടുതൽ പോയിന്റുള്ള ടീമിന് ആ കപ്പങ്ങ് കൊടുക്കുക. ആരുടെ കപ്പ് എന്നെല്ലാം പറയുന്നട്ടെ. അല്ല, കപ്പങ്ങനെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ലേലം വിളി വെക്കാം. ഏത് കൂടുതൽ പൈസ കൊടുക്കുന്ന ഓണർ ആ കപ്പങ്ങ് എടുത്തോട്ടെ. അതല്ലേ നല്ലേ? ലേലം വിളി വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് പ്ലെയറെ എടുത്ത ഓണർക്ക് കപ്പ് കൊടുക്കുക. വേണ്ടിക്ക് ആ പ്ലെയറെ തിരിച്ചെടുത്തോ, പ്രശ്നമില്ല. നാണം ഉണ്ടാടെ നിങ്ങൾക്കെല്ലാം? ഇപ്പം പഞ്ചാബ്, ഡൽഹി, മുംബൈ, ഗുജറാത്ത് എന്ന് പറഞ്ഞ് അടി കഴിയാൻ നാണം ഉണ്ടാടെ നിങ്ങൾക്കെല്ലാം? അങ്ങനെ അടി കഴിയേണ്ട സമയം ഇത്. ഇനി ഇവിടെ കേൾക്കേണ്ടത് ഒരേ ഒരു പേര് മാത്രമായിരിക്കണം, ഇന്ത്യന്റെ പേര്. എടാ, IPL കപ്പാന്നോടാ നിങ്ങൾക്കെല്ലാം ഇപ്പം വലുത്. വേണ്ടിക്ക് ഇത് 5 എണ്ണം ഉണ്ട് എന്റെ ഗെയിമിൽ. എടുത്തു നിങ്ങൾ ഓരോന്ന് വെച്ചിട്ട്. ആദ്യം ഇന്ത്യക്കാരനാവടാ, എന്നിട്ടുണ്ടാക്ക IPL കപ്പെല്ലാം. കയ്യടിക്കാണ്ട് വേഗം പാടാ. ഐറ്റിങ്ങൊക്കെ ഇപ്പം തിരിയും. അത് ഷാറൂഖ് ഖാന്റെയും മമ്മൂട്ടിന്റെയും ഡയലോഗാണെന്ന് വേണ്ട മക്കളെ. അറിഞ്ഞിട്ടില്ലേ? IPL 17-ാം തീയതി റീസ്റ്റാർട്ടിങ് ആണേ. ആദ്യം തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. അല്ലടാ, ഇപ്പൊ നിർത്തിയത് തൊട്ടിട്ട്. എന്നാ നമ്മളില്ലാന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് നാളെ സന്തോഷമില്ലാത്ത? അല്ലടാ, ഇവിടെ നന്ദിശ്വാസം വരിക്കുമ്പോ നമ്മൾ ആഷിഖ് ബാലായ പാടാ. അതന്നെയല്ലേ പറയുന്നത്. എന്നാലും ഇതെന്തൊരു സസ്പെൻഷനാണ്, ഒരു മേനിയില്ലാത്ത സസ്പെൻഷൻ. അതന്നെയല്ലേ പറയുന്നത്, ഇതെന്തൊരു സസ്പെൻഷനാണ്. അല്ലപ്പ 2016-ലും 2017-ലും 2 ബാനാക്കിയ പോലെ നമ്മള് മൊത്തമായിട്ട് അങ്ങ് നിർത്താം IPL. പോടായിരുന്നു. 2016-17 പറ്റി ഒരു അക്ഷരം വേണ്ടി പോരാട്ടാ. ഇനി അത് വിട്. രോഹിത്തും വിരാടും റിട്ടയർ ആയല്ലേ? വിരമിച്ച് ടെസ്റ്റ് ഒന്നും 2020 ഒന്നും. അല്ല, ഈ ODI-ന്നും കൂടി റിട്ടയർ ആയി കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ ചെന്നൈക്ക് വന്ന് കളിക്കുന്നോ ചോദിക്കോ നീ? അടി, ഇങ്ങക്ക് ഉള്ള റിട്ടയർഡ് പ്ലേയേഴ്സ് ഒന്നും പോരടാ. ഇതൊന്ന് റിട്ടയർഡ് 11 ഉണ്ടാക്കാൻ പോകുന്നുണ്ട് നിങ്ങള്. എടോ സ്ക്രിപ്റ്റ് റൈറ്ററെ, എന്നാ നിങ്ങളെ പുതിയ പ്രശ്നം എന്നാ? നിങ്ങൾ എന്തിനാ നമ്മളെ ചെപ്പോക്കിൽ നടക്കേണ്ട കളി വേറെ സ്ഥലത്തേക്ക് മാറ്റിയേ? അതിനിപ്പോ എന്നാ? അതിന് എന്നാ? എടോ, നമ്മളെ തല
ദിവസം അയച്ചിട്ട് അങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ. എന്നാലും നമ്മളെ തലക്ക് ഈ സീസൺ റിട്ടയർ ചെയ്യണമെന്നുണ്ട് എന്ന് വിചാരിക്കും. ചെപ്പോക്കില് ലാസ്റ്റ് കളിയിൽ നമുക്കിനി ഒരു യാത്ര ഇപ്പൊ കൊടുക്കാൻ പറ്റുമോ തലക്ക്? എടാ അങ്ങനെ നടക്കാണ്ട് നിൽക്കാനല്ലേ നമ്മള് കളി മാറ്റിയേ. എങ്ങനെ നടക്കാണ്ടിരിക്കാൻ? എടാ തല റിട്ടയർ ആയാലും നിങ്ങളെ ഫാൻസിന്റെ പകുതി അങ്ങ് പോവില്ലേ? അതോ തലക്ക് ഈ സീസൺ റിട്ടയർ ചെയ്യണമെന്നുണ്ട് എന്ന് വിചാരിക്ക്. ഈ സീസൺ ഇനി ഹോം മാച്ച് ഇല്ലല്ലോ. അപ്പൊ തല എന്ത് ചെയ്യും? എടാ ഒരു സീസൺ കൂടി കളിക്കൂലേ? തല ഫോർ എ റീസൺ, തല ഫോർ എനദർ സീസൺ. കൊള്ളാം, ആർട്ടിസ്റ്റ് കൊള്ളാം. പിന്നെ അതല്ലേ പറയുന്ന എന്നോട്. പിന്നെ ബ്രൂയിസിന്റെ ക്യാമിയോ ഒന്നുണ്ട്, അത് ഉഷാറായി കേട്ടാ സംഭവം. പക്ഷെ പ്ലേ ഓഫിലോന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതാന്നൊരു ആക്കിയതാണല്ലേ നീ. അടുത്ത സീസണിൽ നല്ല സ്ക്രിപ്റ്റ് ചെയ്താണ്ട് നീ കാണിച്ചു തരാം. ചെന്നൈയും ഗുജറാത്തും കളി എന്തായി? അത് 83 റണ്ണിന് ജയിച്ച്. ഗുജറാത്ത് 83 റണ്ണിന് ജയിച്ചു. എടീ CSK എന്തിനാ 5 കപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഗുജറാത്ത് അല്ല, ചെന്നൈയാ ജയിച്ചത്. ഈ ലെറ്റർ അവിടെ നിന്ന് കിട്ടിയതാ. ചെന്നൈ. With all the setbacks, we couldn't return the love to our fans this season. But I'm sure that faith will yield its reward. A new season to call home. We live among the youngsters now, developing them in plain sight. I am Mahendra Singh Dhoni, and I send this message to every Chennai fan who had to hang their head in shame. We are here. We are waiting. ലാസ്റ്റ് കളി സൂപ്പർ ആയിരുന്നു കേട്ടാ. കണ്ടായിരുന്നോ കളി? ഇഷ്ടപ്പെട്ടോ? സെറ്റായിരുന്നു. പുതിയ പിള്ളേരുടെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അടുത്ത സീസണിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവും കേട്ടോ. ഈ ജേഴ്സി വെക്കിട്ട സീസൺ ഓർമ്മയില്ലേ? അതുപോലത്തെ ഒരു കളി പ്രതീക്ഷിക്കാം.